നമ്മൾ ആദ്യത്തെ 2 യൂണിറ്റുകൾ ഇതിൻ്റെ തിയറി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നോട്ടും തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഞാൻ തന്നിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് പ്ലസ് ആൻസേഴ്സ് ഉള്ള ആപ്ലിക്കേഷനിൽ കയറി, ആപ്പിൽ കയറി പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം സമയത്തിനനുസരിച്ച് ചെയ്ത് നോക്കണം. ഇനി ഇതിനകത്ത് ചില കൊച്ചു ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ടുള്ള ക്ലാസ്സിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് നേരിട്ട് കണ്ടുമുട്ടുമ്പോൾ അത് ചെയ്യാം എന്നാണോ, അല്ലെങ്കിൽ കണ്ടുമുട്ടാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് വീണ്ടും ചെയ്യാം. ഇനി ഞാൻ നിങ്ങളുടെ സ്കൂളിലൊക്കെ ചിലപ്പോൾ 3ാമത്തെ ചാപ്റ്ററിലേക്ക് കടന്നു കാണും, അതുകൊണ്ട് 3ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുന്നു. ചാപ്റ്ററിൻ്റെ പേര് കറണ്ട് ഇലക്ട്രിസിറ്റി എന്നാണ്. ഓക്കെ, 3rd ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് കറണ്ട് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കറണ്ട് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, മലയാളം അർത്ഥം. കറണ്ട് എന്ന് പറഞ്ഞാൽ പ്രവാഹം എന്ന് ആണ് അർത്ഥം. പ്രവാഹം, പ്രവഹിക്കുന്നു. പ്രവാഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു പ്രത്യേക ദിശയിലേക്ക് മാത്രമുള്ള ഒഴുക്കിനെ വിളിക്കുന്ന പേരാണ് പ്രവാഹം. ഫ്ലോ ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ഈസ് കോൾഡ് കറണ്ട്. പ്രവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല അല്ലേ? തിയേറ്റർ വിട്ട് ആൾക്കാർ പ്രവഹിക്കുന്നു പറഞ്ഞാൽ തിയേറ്റർ വിട്ട് വെളിയിലേക്ക് പോകുന്നു. സിനിമ തുടങ്ങുമ്പോൾ ആൾക്കാരുടെ പ്രവാഹം അകത്തോട്ടാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്കുള്ള ഒഴുക്കിനെ വിളിക്കുന്ന പേരാണ് പ്രവാഹം. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? ഫ്ലോ, എന്തിൻ്റെ ഫ്ലോ ആയിക്കോട്ടെ, ഫ്ലോ ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ഈസ് കോൾഡ് കറണ്ട്. അപ്പോൾ പലതിൻ്റെയും കറണ്ട് ഉണ്ടാവാം. ഫ്ലോ ഓഫ് എയർ in a particular direction is called air current. It is otherwise called wind. Flow of air in a particular direction is called air current അഥവാ wind. ഞാൻ പറയാൻ പോകുന്നത് എയർ കറണ്ട് അല്ല, എയറിൻ്റെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഉള്ള ഒഴുക്കല്ല, ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇലക്ട്രിക് എന്ന പദത്തിൻ്റെ അർത്ഥം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ചാർജ് അഥവാ ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇലക്ട്രിക് കറണ്ട്? ഫ്ലോ ഓഫ് ചാർജസ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. Flow of charges in a particular direction is called electric current. Then what is meant by electric current? Flow of charges in a particular direction is called electric current. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് മനസ്സിലായി. ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിക് കറണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം ചാർജുള്ള വസ്തുക്കളെല്ലാം കൂടെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഒഴുകി പോകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ വാട്ട് ഈസ് ഇലക്ട്രിക് കറണ്ട് എന്ന് മനസ്സിലായല്ലോ. ഇനി ഒരു കണ്ടക്ടർ എടുത്താൽ അതിനകത്തൂടെ കറണ്ട് ഒഴുകുക എന്ന് പറഞ്ഞാൽ ചാർജുള്ള വസ്തുക്കൾ എല്ലാം കൂടെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഒഴുകി പോകുന്നു എന്നാണ്. ഈ കറണ്ടിൻ്റെ, കറണ്ടെന്ന് പറയുന്ന ഈ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഒഴുക്കിൻ്റെ, ഫ്ലോ ഓഫ് ചാർജസ്, അതിൻ്റെ സ്ട്രെങ്ത്, ആ ഒഴുക്കിൻ്റെ സ്ട്രെങ്ത് നമ്മൾ അളക്കാറുണ്ട്. സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട്. സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചാർജസ് എല്ലാം കൂടെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ ഒഴുക്കിൻ്റെ, ഇപ്പോൾ തോട്ടിലൂടെ അല്ലെങ്കിൽ ആറ്റിലൂടെ വെള്ളം ഒഴുകി പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ പ്രവാഹമാണ്, വെള്ളമെല്ലാം ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഒഴുകി പോകുന്നു. ആ ഒഴുക്കിൻ്റെ സ്ട്രെങ്ത് ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. മഴ പെയ്യുമ്പോൾ ഒഴുക്കിൻ്റെ സ്ട്രെങ്ത് കൂടും, ഉണക്കാകുമ്പോൾ ഒഴുക്കിൻ്റെ സ്ട്രെങ്ത് കുറയും. ഈ സ്ട്രെങ്ത് കൂടിയോ കുറഞ്ഞോ എന്ന് നമ്മളെങ്ങനെ അറിയുന്നത്? വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ സ്ട്രെങ്ത് കൂടിയോ എന്ന്. ഈ തോട്ടിൻ്റെ കരയിൽ നമ്മൾ പോയിരിക്കുക, ഒരു സെക്കൻഡിൽ നമ്മളെ പാസ് ചെയ്ത് പോകുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുന്നെങ്കിൽ ഒഴുക്കിൻ്റെ സ്ട്രെങ്ത് കൂടിയെന്നല്ലേ അർത്ഥം. ഒരു സെക്കൻഡിൽ നമ്മളെ പാസ് ചെയ്ത് പോകുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ ഒഴുക്കിൻ്റെ സ്ട്രെങ്തും കുറവാണെന്നല്ലേ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ചാർജുകൾ നിരന്തരമായി ഒഴുകിപ്പോകുന്ന ആ ചാർജിൻ്റെ ഒഴുക്കിൻ്റെ, ഇലക്ട്രിക് കറണ്ടിൻ്റെ സ്ട്രെങ്ത് അളക്കാൻ എന്ത് ചെയ്താൽ മതി? എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്? ഒഴുക്ക് നടക്കുന്ന കണ്ടക്ടറിലൂടെ ഒഴുക്ക് നടക്കുന്നിടത്ത് പോയി നിൽക്കുക. ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ചാർജ് നമ്മളെ പാസ് ചെയ്ത് പോകുന്നു അതളന്നാൽ അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ സ്ട്രെങ്ത് ആയിട്ട് അളക്കുന്നത്. സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നതിന് പകരം
ഇലക്ട്രിക് കറണ്ട് എന്ന് ലോപിച്ച് പറയാറുണ്ട്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നതിന് പകരം വെറുതെ കറണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം, ഐ അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ഒഴുക്കിൻ്റെ സ്ട്രെങ്തിനെയാണ് നമ്മൾ ഇത്ര കറണ്ട് ഒഴുകുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒഴുക്കിൻ്റെ സ്ട്രെങ്ത് ആണ്. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട് അഥവാ കറണ്ട് ഐ അളക്കുന്ന എങ്ങനെ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫ്ലോ ഓഫ് എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് പെർ സെക്കൻഡ്. ഇതിലേക്കൂടെ ഒരു സെക്കൻഡിൽ എത്ര ചാർജ് വീതം പാസ് ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു ടി സെക്കൻഡ് നിന്നു. ടി സെക്കൻഡ് കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ Q കൂളംബ് ചാർജ് ഒഴുകിപ്പോയി. എങ്കിൽ ഒരു സെക്കൻഡ് നിന്നായിരുന്നെങ്കിൽ എത്ര ചാർജ് ഒഴുകിപ്പോയേനെ? Q/T അല്ലേ? ഞാൻ 10 സെക്കൻഡ് നിന്നു, 100 കൂളംബ് ചാർജ് ഒഴുകിപ്പോയി. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ഒഴുകിപ്പോയി കാണും? 10 കൂളംബ് ബൈ 100 കൂളംബ് ബൈ 10 സെക്കൻഡ് = 10 കൂളംബ് പെർ സെക്കൻഡ് വെച്ചാണ് ഒഴുകിയത്. അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കാൻ കുറച്ച് സമയം നിങ്ങൾ ഇവിടെ പോയി നിൽക്കുക, T സമയം നിൽക്കുക. ആ സമയം കൊണ്ട് ഒഴുകിപ്പോയ ചാർജ് Q ആണെങ്കിൽ Qവിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ, T കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട് അഥവാ കറണ്ട് I = Q/T. ഇത് T സമയം കൊണ്ട് ഒഴുകിയ ആവറേജ് കറണ്ടാണ്. ഈ കറണ്ടിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? കൂളംബാണ് Qവിൻ്റെ യൂണിറ്റ് ബൈ സെക്കൻഡ്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് കൂളം പെർ സെക്കൻഡ് ആണ്. കൂളം പെർ സെക്കൻഡ് എന്ന് എപ്പോഴും വിളിക്കുന്നതിന് പകരം വിളിക്കുന്ന പേരാണ് ആംപിയർ. അപ്പോൾ ഈ കണ്ടക്ടറിൽ കൂടെ 10 ആംപിയർ കറണ്ട് ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞാൽ 10 കൂളംബ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 10 കൂളംബ് ചാർജ് വെച്ച് ഒഴുകി പോകുന്നുണ്ട്. ഈ കണ്ടക്ടറിൽ കൂടെ ഒഴുകുന്ന കറണ്ടിന്റെ സ്ട്രെങ്ത് കൂടി 15 ആംപിയർ ആയി മാറി. എങ്കിൽ എന്താ അർത്ഥം? ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ 15 കൂളംബ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 15 കൂളംബ് വെച്ച് ഒഴുകി പോകുന്നുണ്ട്. ഒഴുക്കിന്റെ ശക്തി കൂടി. മനസ്സിലായല്ലോ? അപ്പോൾ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ത്രൂ എ കണ്ടക്ടർ. ഇത് ആവറേജ് കറണ്ടാണ്. 5 സെക്കൻഡ് നമ്മൾ ഇത് കണ്ടുപിടിച്ചപ്പോൾ 10 കൂളംബ് പെർ സെക്കൻഡ് പറഞ്ഞാൽ ആവറേജ് കറണ്ട്. കുറച്ച് സമയം നിന്നു, ആ സമയം കൊണ്ട് മൊത്തം ഒഴുകുന്ന ടോട്ടൽ ചാർജ് കണ്ടുപിടിച്ചു. ടോട്ടൽ ചാർജിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തു. പണ്ട് പറഞ്ഞതുപോലെ ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഒക്കെ പറഞ്ഞു ഓർക്കുന്നില്ലേ? അതുപോലെ ഇൻസ്റ്റന്റേനിയസ് കറണ്ട്, ഏതെങ്കിലും ഒരു നിമിഷം ഒഴുകുന്ന ഇൻസ്റ്റന്റേനിയസ് കറണ്ട് കണ്ടുപിടിക്കാൻ dQ/dt ആണ്. S/T ആവറേജ് വെലോസിറ്റി ആണെങ്കിൽ ds/dt ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയതുപോലെ എന്തോ dQ/dt ചാർജിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് കിട്ടും. ടോട്ടൽ ചാർജിനെ അതിനെ ഒഴുകാനെടുത്ത സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആവറേജ് കറണ്ട് കിട്ടും. അപ്പോൾ dQ/dt ഇൻസ്റ്റന്റേനിയസ് കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. ഇനി കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് അളക്കുക? ഒരു കണ്ടക്ടറിൽ കൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ, കണ്ടക്ടറിൽ ചാർജുള്ള വസ്തുക്കൾ ഒഴുകുക എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിൽ ഇലക്ട്രോണുകളാണ് ഒഴുകുക, നെഗറ്റീവ് ചാർജുള്ള വസ്തുക്കളാണ്. അപ്പം പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാണോ ഒഴുകുന്നത് അങ്ങോട്ടാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എടുക്കുക. അപ്പോൾ ഒരു കണ്ടക്ടർ എടുത്താൽ കണ്ടക്ടറിൽ കൂടെ ഒഴുകുന്നത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളാണ്. അപ്പോൾ ഇലക്ട്രോണുകൾ എങ്ങോട്ടാണോ ഒഴുകി പോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ടായിരിക്കും കറണ്ട് എപ്പോഴും മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഇലക്ട്രോണുകൾ അങ്ങോട്ടാണ് ഒഴുകി പോകുന്നതെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രോണുകൾ എങ്ങോട്ടാണ് ഒഴുകുന്നതെങ്കിൽ കറണ്ട് അങ്ങോട്ടാണ്. ഇപ്പോൾ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് മനസ്സിലായി, കറണ്ടിൻ്റെ ഡയറക്ഷൻ മനസ്സിലായി. ഇലക്ട്രിക് കറണ്ടിൻ്റെ സ്ട്രെങ്ത്, ആക്ച്വലി ഇത് വിളിക്കുന്നത് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നാണ്. നമ്മൾ ലോപിച്ചതിനെ കറണ്ട് ഐ എന്ന് വിളിക്കുന്നു. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ സ്കെലാർ ക്വാണ്ടിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡും പറഞ്ഞു, ഇത്ര കൂളംബ്, ഇത്ര ആംപിയർ എന്ന് പറഞ്ഞു, ഡയറക്ഷനും പറഞ്ഞു. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളത് വെക്റ്റേഴ്സ് എന്നാണ് ഒരു പൊതു ധാരണ. എന്നാൽ നമ്മൾ കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ നമ്മൾ പറയുന്നത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ഉള്ളത് കൊണ്ട് ഒരു ക്വാണ്ടിറ്റി വെക്റ്റർ ആവില്ല. അത് വെക്റ്റർ ലോസ്, കഴിഞ്ഞ നമ്മൾ പഠിച്ച പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റേഴ്സും അതുപോലെ ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റേഴ്സും പോലുള്ള വെക്റ്റർ ലോസ് ഒബേ ചെയ്താൽ മാത്രമേ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആവത്തുള്ളൂ. നമ്മളുടെ കറണ്ട്, ഈവൻ ദോ ഇറ്റ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, ഇറ്റ് ഡസ് നോട്ട് ഒബേ വെക്റ്റർ ലോസ്. സോ കറണ്ട് ഈസ് നോട്ട് എ വെക്റ്റർ ക്വാണ്ടിറ്റി, കറണ്ട് ഈസ് എ സ്കലാർ ക്വാണ്ടിറ്റി. ഇറ്റ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, ബട്ട് ഇറ്റ് ഈസ് എ സ്കലാർ ക്വാണ്ടിറ്റി. ഓക്കെ, അതാണ് ഇലക്ട്രിക് കറണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം. മനസ്സിലായല്ലോ? ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ചാർജസ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. ഇലക്ട്രിക് കറണ്ട് ഈസ് മെഷേർഡ്, സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് മെഷേർഡ് ആസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് പെർ സെക്കൻഡ്. Total strength of electric current, average current is equal to total charge by total time. Instantaneous current is equal to dQ/dt. Its unit is coulomb per second or ampere. It is a vector quantity. Sorry, it is a scalar quantity even though it have a direction. Okay.
ഇതൊരു സെക്ഷൻ. ഇനി നമുക്ക് ഒരു ചാർജ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചാർജ് തനിയെ ഒഴുകണമെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം. ഇപ്പം ചാർജുകൾ എപ്പോഴും ഒരു ചാർജ്, പോസിറ്റീവ് ചാർജ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, പോസിറ്റീവ് ചാർജ് എപ്പോഴും തനിയെ ഹൈ പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്ത് നിന്ന് ലോ പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്തേക്ക് തനിയെ വീഴും. ഉയരത്തിൽ നിന്നൊരു കല്ല് തനിയെ താഴ്ചയിലേക്ക് വീഴുന്നത് പോലെ, തനിയെ ഒഴുകി വരുന്നത് പോലെ, ഉയരത്തിൽ നിന്നിട്ടാൽ തനിയെ താഴ്ത്തു വരുന്നത് പോലെ, ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലത്ത് ഒരു പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവച്ചാൽ അത് തനിയെ ലോ പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെ ഇലക്ട്രോണുകൾ, നെഗറ്റീവ് ചാർജുള്ള വസ്തുക്കൾ ലോ പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്ത് നിന്ന് ഹൈ പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്തേക്ക് തനിയെ നീങ്ങും. അപ്പോൾ ചുരുക്കത്തിൽ ഒരു ചാർജ് നീങ്ങണമെങ്കിൽ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്താൽ മതി. എല്ലായിടത്തെയും പൊട്ടൻഷ്യൽ ഒരുപോലാണെങ്കിൽ ചാർജുകൾ വെച്ച സ്ഥലത്ത് തന്നെ ഇരിക്കും. പക്ഷേ എങ്ങോട്ടെങ്കിലും ഒരു ഹൈ പൊട്ടൻഷ്യൽ ഇരിക്കുന്ന ഒരു പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നിടത്തുനിന്ന് ചുറ്റും നോക്കുമ്പോൾ എവിടെയെങ്കിലും ലോ പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഈ പോസിറ്റീവ് ചാർജ് ഹൈ പൊട്ടൻഷ്യൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്ക് തനിയെ ഒഴുകി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ചാർജുകളുടെ ഒഴുക്ക് തീരുമാനിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ഞാൻ ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ, ഒരു കണ്ടക്ടർ, എന്താ കണ്ടക്ടേഴ്സ്, മെറ്റലുകളെല്ലാം കണ്ടക്ടറുകളാണ്. കണ്ടക്ടേഴ്സിൻ്റെ സവിശേഷ സ്വഭാവം എന്താ? ബാക്കിയുള്ള വസ്തുക്കളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ എല്ലാ വസ്തുക്കളിനകത്തും ആറ്റങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ആറ്റത്തിനകത്ത് ആറ്റത്തിനകത്ത് സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണുകളുണ്ട്. ഈ സാധാരണഗതിയിൽ ആറ്റങ്ങളിലാത്തുള്ള ഇലക്ട്രോണുകളെല്ലാം ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസുമായിട്ട് ഏറ്റവും കുറഞ്ഞ ബന്ധത്തിലുള്ളത്. എന്നാലും അവ ബന്ധത്തിലുണ്ട്. അവയ്ക്ക് ആറ്റം വിട്ടിറങ്ങി പോകാൻ സാധാരണഗതിയിൽ കഴിയാറില്ല, ന്യൂക്ലിയസുമായിട്ട് ആകർഷണ വലയത്തിലാണ്. പക്ഷേ ചില വസ്തുക്കളിൽ, ഫോർ എക്സാമ്പിൾ മെറ്റലുകളിൽ, ആറ്റങ്ങളിലെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ചില ഇലക്ട്രോണുകൾ എനർജി പുറത്തുനിന്ന് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് തൻ്റെ ന്യൂക്ലിയസ് തൻ്റെ ആറ്റം ന്യൂക്ലിയസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് ആറ്റം വിട്ടിറങ്ങി. എന്നാൽ ആ മെറ്റലിനുള്ളിൽ, ക്രിസ്റ്റലിനുള്ളിൽ വിട്ടുപോകാൻ പറ്റില്ല. ക്രിസ്റ്റലിനുള്ളിൽ അവിടെ എവിടെയും കറങ്ങി നടക്കാൻ സ്വാതന്ത്ര്യം നേടിയ ഇലക്ട്രോണുകൾ ചില വസ്തുക്കളിലുണ്ട്. ആ ഇലക്ട്രോണുകളെ വിളിക്കുന്ന പേര് ഫ്രീ ഇലക്ട്രോണുകൾ അഥവാ കണ്ടക്ഷൻ ഇലക്ട്രോണുകൾ എന്നാണ്. ഇലക്ട്രോൺസ് വിച്ച് ആർ ഫ്രീ ടു മൂവ് എവരിവെയർ ഇൻസൈഡ് ദ ക്രിസ്റ്റൽ ഈസ് കോൾഡ്. എന്നാൽ ആ മെറ്റൽ ആകെ വിട്ട് പുറത്തു പോകാൻ കഴിയില്ല. തൻ്റെ ആറ്റങ്ങൾ വിട്ട് പുറത്തിറങ്ങി ഈ മെറ്റലിനുള്ളിൽ കറങ്ങി നടക്കാൻ സ്വാതന്ത്ര്യം നേടിയ ഇലക്ട്രോണുകളെയാണ് ഫ്രീ ഇലക്ട്രോണുകൾ അഥവാ കണ്ടക്ഷൻ ഇലക്ട്രോണുകൾ എന്ന് വിളിക്കുന്നത്. ഇജാതി ഇലക്ട്രോണുകൾ എല്ലാത്തിലും ഇല്ല. അത്തരം ഇലക്ട്രോണുകൾ ഉള്ള വസ്തുക്കളെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും മികച്ച ഉദാഹരണം കണ്ടക്ടേഴ്സിൻ്റെ മെറ്റലുകളാണ്. മെറ്റലുകളിൽ അപ്പോൾ എന്തുണ്ട്? ഇത്തരം ഇലക്ട്രോണുകൾ ഉണ്ട്, ഫ്രീ ഇലക്ട്രോണുകൾ അഥവാ കണ്ടക്ഷൻ ഇലക്ട്രോണുകൾ. അത് പല മെറ്റലുകളിലും ഇവയുടെ കോൺസെൻട്രേഷൻ, ഇത്തരം ഫ്രീ ഇലക്ട്രോണുകളുടെ അളവ് പല മെറ്റലുകളിലും പലതാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു മെറ്റൽ എടുത്തു. ഈ മെറ്റലിനകത്ത് ആറ്റങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ടതാണല്ലോ ഈ മെറ്റൽ. ആ ആറ്റങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന ഇലക്ട്രോണുകൾ, അവിടെ ഇവിടെയും കറങ്ങി നടക്കാൻ സ്വാതന്ത്ര്യം നേടിയ ഇലക്ട്രോണുകൾ ഇതിനകത്തുണ്ട്. ഈ ഇലക്ട്രോണുകൾ ഇതിനകത്ത് ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ആറ്റങ്ങളുണ്ട്. അതിൽ നിന്ന് ഇറങ്ങിപ്പോൾ ഇലക്ട്രോണുകളെ മാത്രമേ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഈ ഇലക്ട്രോണുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഒരു മെറ്റൽ എടുത്തു വെച്ചാൽ ഈ ഫ്രീ ഇലക്ട്രോണുകൾ വെറുതെ ക്രിസ്റ്റലിനുള്ളിൽ കുത്തിയിരിക്കുകയാണോ? അല്ല, അവ റാൻഡം മോഷനിലാണ്. റാൻഡം മോഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മെറ്റലിനകത്തുള്ള ഫ്രീ ഇലക്ട്രോണുകൾ ആർ മൂവിങ്. മൂവ്മെന്റ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണല്ലോ കറണ്ട്. അപ്പോൾ വെറുതെ വെച്ചുള്ള ഈ കണ്ടക്ടറിനകത്ത് ചാർജ്ഡ് പാർട്ടിക്കിൾ ചലിക്കുന്നുണ്ട്, ആ ഇലക്ട്രോണുകൾ ചലിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കറണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നത് കറണ്ടല്ല. ചാർജുകളെല്ലാം കൂടെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഒഴുകിപ്പോകുന്നതാണ് എന്ത്? കറണ്ട്. അപ്പോൾ വെറുതെ ഒരു കണ്ടക്ടർ എടുത്ത് വെച്ചാൽ ഈവൻ ദോ ദ ചാർജസ് ആർ മൂവിങ് ഇറ്റ് വിൽ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എനി കറണ്ട് ബിക്കോസ് വി നോ കറണ്ട് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. ഹിയർ ദ ചാർജസ്, ദ ഇലക്ട്രോൺസ് ആർ നോട്ട് ഫ്ലോയിങ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ, ദേ ആർ ഇൻ റാൻഡം മോഷൻ, സോ ഇറ്റ് വിൽ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എനി കറണ്ട്. So in order to produce a current in this conductor, we have to make these free electrons to move, all of the free electrons to move in a particular direction. So let us suppose a potential difference, for example a battery of
voltage V, a potential difference is applied between the ends of the conductor. Let a potential difference is applied between the ends of the conductor. The applied potential difference is V. When a potential difference is applied between the ends of the conductor having a length L, an electric field is created inside this conductor. Starting from positive and reaching the negative, there is an electric field created inside this conductor. When an electric field is created inside this conductor, all of these free electrons inside the conductor will experience a force. You know that if a charge Q is in an electric field of intensity E, that all these charges will experience a force QE. If they are positive charges, the force is in the same direction of E, and the negative charges will experience the force in the opposite direction of E. So, all these electrons inside this conductor, when a potential difference is applied between the ends of the conductor, due to the electric field created inside the conductor, all the free electrons will experience a force in the opposite direction of E. Here is a positive end, here is the negative end. That's the electrons will experience a force towards the positive end, because in the opposite direction of E. As a result of this force, when a force is experienced on a particle, it will get accelerated. കുത്തിയിരിക്കുന്ന ഈ ചാർജുകൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ആക്സലറേറ്റ് ചെയ്യാൻ, വേഗത കൂടി പോകാൻ തുടങ്ങും. ആക്സലറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരാളെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അയാൾ ആക്സലറേറ്റ് ചെയ്യും, അയാളുടെ വേഗത കൂടി പോകും. Force in the direction. All of these free electrons will get a force towards the positive end, and although all of these electrons will get accelerated towards the positive end. അപ്പോൾ തൻ്റെ റാൻഡം മോഷനൊക്കെ നിർത്തി വെച്ചോന്ന് ചോദിച്ചാൽ, ഈ കുണുങ്ങുന്ന മോഷൻ നിർത്തിയെന്ന് ചോദിച്ചില്ല. ആ റാൻഡം മോഷൻ തുടർന്നുകൊണ്ട് തന്നെ അതിനെല്ലാം എങ്ങോട്ടേക്ക്? പോസിറ്റീവ് എൻഡിലേക്ക് ഒരു ആക്സലറേഷൻ ഉണ്ടാവും. ഒരു ഇലക്ട്രോണിനെ മനസ്സിൽ കാണൂ. When this electron is get accelerated towards the positive end, you know that there are tightly packed atoms inside this conductor. These free electrons will get collide with the atoms inside the conductor, and these free electrons will come to rest. Again they are accelerated because they are in the electric field. Again they are accelerated, and when the velocity reaches a particular value, it will collide with another atom and come to rest. ദാറ്റ് ഈസ് ഈ അറ്റത്ത് നിന്ന് ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് നീക്കുമ്പോൾ ആക്സിലേറ്റ് ചെയ്യുന്നു, ഒരു ആറ്റവുമായിട്ട് ഇടിക്കുന്നു, റെസ്റ്റിലാകുന്നു, വീണ്ടും ആക്സിലേറ്റ് ചെയ്യുന്നു, അടുത്ത ആറ്റവുമായിട്ട് ഇടിക്കുന്നു, റെസ്റ്റിലാകുന്നു. അങ്ങനെ ഇടിച്ചും വീണും ചുരുക്കത്തിൽ വളരെ സമയമെടുത്തായാലും ഈ എല്ലാ ഫ്രീ ഇലക്ട്രോണുകൾക്കും ഇങ്ങനെ പോസിറ്റീവ് എൻഡിലേക്ക് ഒരു ചലനമുണ്ട്, ഒരു നീക്കമുണ്ട്. അതങ്ങ് വളരെ വേഗത്തിൽ നീങ്ങിപ്പോകില്ല, പോകാൻ കഴിയില്ല, കാരണം ഈ കൊളിഷൻ കാരണം. അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ ഫ്രീ ഇലക്ട്രോൺസും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പോസിറ്റീവ് എൻഡിലേക്ക് ഇങ്ങനെ നീങ്ങിപ്പോകുന്നുണ്ട്. നീങ്ങിപ്പോകുമ്പോൾ സാധാരണ ഒരു മൂവ്മെൻ്റ് അല്ല, സാധാരണ നീങ്ങിപ്പോകുന്ന പോവല്ല, പോയി ഇടിച്ചു, റെസ്റ്റിലായി, വീണ്ടും ആക്സിലേറ്റ് ചെയ്ത്, അടുത്തതിൽ ഇടിച്ച് വീണ്ടും ആക്സിലേറ്റ്, അങ്ങനെ പോകുന്ന ഇതിനെ ഡ്രിഫ്റ്റ് മോഷൻ എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് ഇസ് വെൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ ദ പോസിറ്റീവ് എൻഡ്സ്, അപ്ലൈഡ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് എ കണ്ടക്ടർ, ഓൾ ദ ഫ്രീ ഇലക്ട്രോൺസ് വിൽ ഗെറ്റ് ഡ്രിഫ്റ്റഡ് ടുവേഴ്സ് ദ പോസിറ്റീവ് എൻഡ്. The velocity with which these electrons are drifted towards the positive end is called drift velocity. So what is meant by drift velocity? When a potential difference is applied between the ends of the conductor, all the free electrons will get accelerated towards the positive end. During their motion, they collide with the atoms inside the conductor and it comes to rest. Again they are accelerated, collide with another atom and come to rest. This process continues, and the net result is that all the free electrons will get a small velocity towards the positive end of the conductor, and this velocity with which the free electrons are accelerated towards the positive end of the conductor when a potential difference is applied between the ends of the conductor is called drift velocity. ഈ വെലോസിറ്റി വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ടേം നോക്കിയാൽ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിൻ്റെ ഓർഡറിൽ മാത്രമാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉള്ളത്. ഇനി നമ്മൾ ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻ കണ്ടെത്താൻ പോവുകയാണ്.